കോരേശേ ഈ നിന്റെ കൈ കൊണ്ട് പണി. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? അത് പണിയാനുള്ള ഓർഡർ ഞാൻ നിന്റെ കയ്യിൽ നീ അത് പണിയാനുള്ളവരെ നീ ഭരിക്കുന്ന ഈ സമയത്ത് നീ അയക്കും. വളരെ ശ്രദ്ധിക്കണമേ. ആമേൻ. കോരേശ് വാഴുന്ന കാലത്ത് തന്നെ തകർക്കപ്പെട്ട യെരൂശലേം പണിയപ്പെടും എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. അവൻ തകർത്തത് വീണ്ടും പണിയുവാൻ ചിലതിന് അടിസ്ഥാനമിടും. മന്ദിരത്തിന് അടിസ്ഥാനമിടും. എന്നിട്ട് അവൻ ദൈവത്തിന് ഹിതമുള്ളതൊക്കെയും ചെയ്യും, നിവർത്തിക്കും എന്ന് പറയുന്നു. കർത്താവ് എന്നോട് പറയുന്നു, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ ഇതുവരെ ചെയ്തതല്ല, അതിലും വലുത് നിങ്ങളുടെ കരം കൊണ്ട് കർത്താവ് പണിയുവാൻ പോകുന്നു. 2, ചിലതിന് നിങ്ങൾ അടിസ്ഥാനമിടാൻ പോകുന്നു. കർത്താവ് എന്നോട് പറയുന്നു, 7 വർഷമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പുണ്ട്. ആമേൻ. ചിലതിന് അടിസ്ഥാനമിടാൻ കഴിഞ്ഞില്ല. ഈ 2025 അടിസ്ഥാനമിട്ട് പണിയപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ചില അഭിഷക്തന്മാർ ദർശനത്തോടെ ആലയത്തിനെ കെട്ടുപണിക്ക് വേണ്ടി അടിസ്ഥാനമിടാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നു. പല പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പണിയാൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്നു, ഈ വർഷത്തിൽ അടിസ്ഥാനം ഇടുകയും ചെയ്യും. അത് പണിയുവാനും കർത്താവ് വഴി തുറന്നു കഴിഞ്ഞു. അതിനുള്ള ഒരു അഭിഷേകം കർത്താവ് നിങ്ങളുടെ കരത്തിൽ പകരുകയാണ് ഈ പ്രഭാതത്തിൽ. ചില ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നുണ്ട്. അതിന്റെ അപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ കരത്തിൽ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു. ചിലരെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, ചില ജോലി മേഖലയിൽ ചില ബ്ലോക്കുകളുടെ നടുവിൽ, ചില തടസ്സങ്ങളുടെ നടുവിൽ ചിലത് സ്വീകരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നുണ്ട്. കർത്താവ് അത് കയ്യിൽ തരാൻ പോകുന്നു. അതിന്റെ സമയം അടുത്തിരിക്കുന്നു. ഒരു വലിയ ദൈവ പ്രവർത്തിയുടെ സമയം അടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ റോയ് പാസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മെയ് മാസം 2025 മെയ് മാസം നിർണായകമായ മാസമാണ്. ആ മാസത്തിൽ 3 അത്ഭുതങ്ങൾ, 3 ശുശ്രൂഷ തലങ്ങൾ, ചില വ്യത്യസ്ത മേഖലകളെ കർത്താവ് തുറക്കാൻ പോകുന്നു. ദീർഘവർഷമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മെയ് മാസം 10-ാം തീയതി ഒരു തുടക്കമുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നു. എനിക്കറിയില്ല കർത്താവ് ചിലത് ചെയ്യുന്ന സമയം അടുക്കത്തിലേക്ക് വരാം. ചില വിഷയങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്റെ അഭിഷക്തനായ കോരേശേ, ഞാൻ ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ. വിളിയുണ്ടായിട്ടുണ്ട്, വാഗ്ദത്തമുണ്ട്, ദർശനമുണ്ട്, ശുശ്രൂഷയുണ്ട്, അഭിഷേകമുണ്ട്, അവസരങ്ങളുണ്ട്. പക്ഷെ പല ഹൃദയങ്ങളെയും ഞാൻ ആത്മാവിൽ വിവേചിക്കുന്നു. നിങ്ങൾ പല മേഖലയിലും ഒറ്റപ്പെട്ടു നിൽക്കുകയാ. ദർശനത്തോട് ചേർന്ന് നിൽക്കാൻ ആരുമില്ല, വാഗ്ദത്തത്തോട് ചേർന്ന് നിൽക്കാൻ ആരുമില്ല, ഒരു കൈത്താങ്ങൽ തരാൻ ആരുമില്ല. പല മേഖലയിൽ പുറത്ത് ചിരിക്കുന്നുണ്ട്, പുറത്ത് സന്തോഷിക്കുന്നുണ്ട്, പലർക്കും ദൂത് പറയുന്നുണ്ട്, പലരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിന്റെ ആഴം കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ചില പ്രത്യേക വിഷയങ്ങളെ ചൊല്ലി നിലവിളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. രാത്രിയെ പകലാക്കി കരയുന്നുണ്ട്, ചില വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പുറത്തിറങ്ങുമ്പോ എല്ലാവരുടെ മുൻപിലും സന്തോഷമുള്ളവളെ പോലെ നിൽക്കുന്നു. പലപ്പോഴും പലരുടെയും കഷ്ടതയിൽ അനേകരെ ചേർത്ത് പിടിച്ച് അവരെ കൈത്താങ്ങി ഉന്നതിയിലെത്തുവാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കൊരു വിഷയം വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഞാൻ ആഗോള ബൈബിൾ എടുത്ത് പഠിച്ചപ്പോൾ ആരെക്കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു, അവരെല്ലാം പല മേഖലയിലും അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട്, അവർ ഒതുക്കപ്പെട്ടിട്ടുണ്ട്, അവർ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ദൈവം അവരെ ഒറ്റപ്പെടുത്തിയില്ല, എന്റെ ദൈവം അവരെ മാറ്റി നിർത്തിയില്ല, എന്റെ ദൈവം അവരെ ചേർത്ത് പിടിക്കുവാനിടയായി തീർന്നു. ഒരു പത്മോസ് യോഹന്നാന് ലഭിച്ചപ്പോഴാണ് പുതിയ നിയമസഭയ്ക്ക് ഒരു വെളിപ്പാട് പുസ്തകം കിട്ടിയത്. മനസ്സിലാക്കണമേ, ചില പത്മോസിനെ ഏകാന്തതയിൽ നിൽക്കുമ്പോ നിങ്ങളുടെ കരത്തിൽ നിന്നും ചില വെളിപ്പാടുകൾ വെളിപ്പെടുവാൻ പോകുന്നു. അന്ത്യകാല സഭയ്ക്കുള്ള ചില ദൂതുകൾ വെളിപ്പെടാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ കോരേശിനോട് പറയുക, അത് താഴോട്ട് വായിക്കുമ്പോ, ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, എന്റെ ഇടങ്കൈ വലങ്കൈ പിടിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ. ഈ പോർക്കളത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്
ഒറ്റയ്ക്കാണല്ലോ, ഈ ഓട്ടക്കളത്തിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പലപ്പോഴും എല്ലാവരും എന്റെ കൂടെ ഉണ്ടെങ്കിലും ഒരു അനാഥനെ പോലെ, ഒരു അനാഥയെ പോലെ ഞാൻ യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ വരുന്നുണ്ടല്ലോ എന്നോർത്ത് ഭാരപ്പെടണ്ട, എന്നോർത്ത് സങ്കടപ്പെടേണ്ട, എന്നോർത്ത് ദുഃഖിക്കേണ്ട. നാം അറിയാതെ നമ്മുടെ കരത്തെ ഉടയവൻ പിടിച്ചിട്ടുണ്ട്, നമ്മുടെ കരം കർത്താവ് പിടിച്ചിട്ടുണ്ട്. അഭിഷക്തനായ കോരേശിനോട് പറയുന്നു, ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അവൻ സ്തോത്രം. യശയ്യാപ്രവചനം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, എന്റെ നീതിയുടെ വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് ബൈബിൾ പറയുന്നു. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വലങ്കൈ കർത്താവ് പിടിച്ചിട്ടുണ്ട്, നാം അല്ല പിടിച്ചിരിക്കുന്നത്, നമ്മെ കർത്താവ് പിടിച്ചിരിക്കുന്നത്. ഇനി കർത്താവ് തീരുമാനിക്കണം എപ്പോ ഈ കൈയിനെ വിടണമെന്ന്. വളരെ ശ്രദ്ധിക്കണം. ആ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ സ്തോത്രം. അവൻ യശയ്യാപ്രവചന പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, മോശ ചെങ്കടൽ മുൻപിൽ, അവൻ ചെങ്കടൽ മുൻപിലും പിൻപിൽ ഫറവോന്റെ സൈന്യം നിൽക്കുമ്പോ മോശ തന്റെ കൈയുള്ള വടി അവൻ ചെങ്കടൽ നേരെ നീട്ടുവാനിടയായിരുന്നു. യശയ്യാപ്രവചനത്തിൽ പറയുന്നു, അവൻ ആ കരത്തിൽ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വെളിപ്പെടുവാനിടയായിരുന്നു. അവൻ ചെങ്കടലെ കാണുമ്പോ സാധാ വടിയല്ല, സാധാ കൈയല്ല, ആ കയ്യിൽ ഒരു മഹത്വമുള്ള ഭുജം ഉണ്ടായിരുന്നു. ആ ഭുജം ചെങ്കടൽ കണ്ടപ്പോൾ വെള്ളം വിഭാഗിക്കപ്പെടുവാനിടയായിരുന്നു, വെള്ളം വഴിമാറുവാനിടയായിരുന്നു. അഭിഷക്തരെ, ദൈവമക്കളെ, നമ്മുടെ കരത്തിൽ ദൈവത്തിന്റെ കരമുണ്ട്. നമ്മുടെ കരത്തെ ദൈവത്തിന്റെ മഹത്വമുള്ള കൊണ്ട് ആ ഭുജത്തെ കാണുമ്പോ പ്രതികൂലങ്ങൾ വഴിമാറും, പ്രതിസന്ധികൾ വഴിമാറും, വേദനകൾ വഴിമാറും, അവൻ ഞെരുക്കങ്ങൾ വഴിമാറും, തടസ്സങ്ങൾ വഴിമാറും. അക്കരയ്ക്ക് എത്തിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമുള്ള കരമാണ്. ഏത് ഉദ്ദേശത്തിന് കർത്താവ് നമ്മെ വിളിച്ചോ ആ ഉദ്ദേശത്തിന് ആരും കൂടെയില്ലെങ്കിലും കർത്താവിന്റെ കരം കൂടെയുണ്ട്. ആമേൻ. കർത്താവിന്റെ കരം കൂടെയുണ്ട്. എന്റെ അപ്പൻ എന്നെ പിടിച്ചിട്ടുണ്ട്. ഈ പോർക്കളത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എത്ര പേർക്ക് പറയാൻ പറ്റും, ഈ പോർക്കളത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ പോർക്കളത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ആത്മമണ്ഡലത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റപ്പെടും, ഒറ്റയ്ക്കാകുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും നോ, എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. എത്തിക്കേണ്ട സ്ഥാനത്ത് എന്റെ അപ്പനെ എത്തിക്കുക തന്നെ ചെയ്യും. എന്തിനു വലങ്കൈ പിടിച്ചു? അതാണ് നമ്മൾ വായിക്കാൻ പോകുന്ന, അവിടെ നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗങ്ങൾ അതായിരുന്നു. എന്തിനാണ് കർത്താവ് വലങ്കൈ പിടിച്ചത്? ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുവാനും. വളരെ ശ്രദ്ധിക്കണം. ജാതികളെ നാം കീഴടക്കും, ജാതികളെ കീഴടക്കുവാനും രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുവാനും. വളരെ ശ്രദ്ധിക്കണം. ഈ അരക്കച്ചയിലാണ് അവന്റെ അധികാരം ഇരിക്കുന്നത്, അരക്കച്ചയിലാണ് അവൻ ആരെന്ന വ്യക്തത ഇരിക്കുന്നത്, അരക്കച്ചയിലാണ് അവന്റെ അഹങ്കാരം ഇരിക്കുന്നത്, അരക്കച്ചയിലാണ് അവന്റെ സ്വാർത്ഥത ഇരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കോരേശേ, നീ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കും. അതിന്റെ അർത്ഥം എന്താ? അവൻ രാജാക്കന്മാരെ ഇരുത്തുവാനും രാജാക്കന്മാരെ ഇറക്കുവാനും അഭിഷക്തന് കഴിയും, അഭിഷക്തന് കഴിയും. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇന്ന് ദേശത്തിന് വേണ്ടി ഏതെല്ലാം വിഷയത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ആ പ്രാർത്ഥനയെ നോക്കിക്കോ. അവൻ ഭരണകൂടങ്ങളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുകയാ, ഭരണാധികാരികളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുകയാ. ദൈവവിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കി ദൈവസഭയ്ക്ക് വിരുദ്ധമായി വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾക്കെതിരെ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. കോരേശേ, നീ പാടുന്ന കാലത്ത് നീ അത് കാണാൻ പോകുന്നു. ചിലരെ അവൻ സിംഹാസനത്തിൽ ഇരുത്തുവാനും അവരെ സിംഹാസനം വിട്ട് ഇറക്കുവാനും ശമൂവേലിന് കഴിഞ്ഞെങ്കിൽ ഇന്നും കർത്താവ് പറയുന്നു, ചിലത് ദൈവം ചെയ്യാൻ പോകുന്നു. ചില ഭരണകൂടങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ത്യയുടെ ഭരണകൂടങ്ങളിൽ, കേരളത്തിന്റെ ഭരണാധികാരികളിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ്. കർത്താവ് എന്നോട് കർത്താവ് പറഞ്ഞതാ, അവിടെ അധികാരത്തിൽ നിന്നും എന്റെ ദൈവം തള്ളിക്കളഞ്ഞു, ദൈവം തള്ളിക്കളഞ്ഞു, ദൈവം അവരെ പറിച്ച് എറിഞ്ഞു കഴിഞ്ഞു. പിന്നെയും അവർ പിടിച്ചു വെച്ചതുപോലെ ഇരിപ്പുണ്ട്. പക്ഷെ പെട്ടെന്ന് അവർ കമന്ന് വീഴും, പെട്ടെന്ന് അവർ തകർന്നു വീഴും. ദൈവഹിതം നമ്മുടെ ദേശത്ത് വെളിപ്പെടാൻ പോകുന്നു. ശക്തമായി ഭരണകൂടങ്ങൾക്ക് വേണ്ടി അവൻ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത കഥകൾ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയ്ക്കപ്പെടാതെ തുറക്കപ്പെടേണ്ടതിനും. വളരെ ശ്രദ്ധിക്കണമേ. ഇനി ആർക്കും ദൈവം തുറന്ന വാതിൽ അടയ്ക്കുവാൻ
കഴിയത്തില്ല. ദൈവം തുറന്ന കഥകൾ അവൻ അടയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു വാക്കുകൂടി പ്രവചന പുസ്തകത്തിൽ നിന്നും അവൻ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. നിന്റെ കർത്തത ഞാൻ അറിയുന്നു. നിനക്ക് അല്പം ശക്തിയെ ഉള്ളൂ എങ്കിലും എന്റെ നാമം മറുതലിക്കാതെ നീ നിന്നതുകൊണ്ട് ആരും തുറക്കുവാൻ കഴിയാതെ അവൻ അടയ്ക്കുന്നവരും ആരും അടയ്ക്കുവാൻ കഴിയാതെ തുറക്കുന്നവരുമായ ദാവീദിന്റെ താക്കോലുള്ളവൻ ഇതാ പറയുന്നു, ഒരു തുറന്ന വാതിൽ നിനക്ക് മുൻപിൽ ഞാൻ വെച്ചിരിക്കുകയാ. 2025 അവൻ കർത്താവ് പറയുന്നു, ചില വാതിലുകൾ അവൻ ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ കർത്താവ് തുറന്നിരിക്കുകയാ. കർത്താവ് തുറക്കുവാൻ പോകുന്നു. കർത്താവ് തുറക്കുവാൻ പോകുന്നു. ദീർഘനാളുകളായി പ്രാർത്ഥിക്കുകയല്ലേ, ദീർഘനാളുകളായി കരയുകയല്ലേ, ദീർഘനാളുകളായി കണ്ണുനീരൊഴുക്കുകയല്ലേ, ദീർഘനാളുകളായി വേദനയോടെ അവൻ സങ്കടത്തോടെ ഇരിക്കുകയല്ലേ. അവൻ കർത്താവ് പറയുന്നു, അവൻ ഒരു വാതിൽ തുറക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നു, തലമുറയില്ല, അവൻ മക്കൾക്ക് തലമുറയില്ല എന്ന് കരയുന്നവരോട് പരിശുദ്ധൻ പ്രവചിക്കാൻ പറയുന്നു, ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുവാൻ വഴികളെ കർത്താവ് ഒരുക്കുന്നു. അവൻ സ്തോത്രം. ഒരു സ്വന്തം ഭവനമില്ല എന്ന് ഭാരപ്പെടുന്നുണ്ടോ? ഒരു ഭവന പ്രതിഷ്ഠ കർത്താവ് എന്റെ ആത്മ കണ്ണുകളിൽ കാണിക്കുന്നു. ചില സഭകളിൽ നാളുകളായി വർഷങ്ങളായി ഒരു സ്നാന ശുശ്രൂഷ നടന്നിട്ടില്ല, ഒരു വിവാഹ ശുശ്രൂഷ നടന്നിട്ടില്ല, അവൻ ഒരു പുതിയ വിശ്വാസി കയറിയിട്ടില്ല. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ബ്ലോക്കുകളെ കർത്താവ് പ്രഭാതത്തിൽ അഴിക്കുകയാ. ജനത്തിന് കൂട്ടവരവ് ഉണ്ടാകാൻ പോകുന്നു, കൂട്ടമായി സ്നാനം നടക്കാൻ പോകുന്നു. ഒരു മാസത്തിൽ 2-3 വിവാഹ ശുശ്രൂഷകൾ ചില സഭകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം പറയുന്നു, ആർക്കും തുറക്കുവാൻ കഴിയാത്ത, അടയ്ക്കുവാൻ കഴിയാത്ത വാതിലുകൾ കർത്താവ് തുറക്കുന്നു. ഇനി ആരൊക്കെയോ വാതിലുകൾ അടച്ചിരിക്കുന്നു, അടച്ചതിന് പകരം വലിയ വാതിലുകൾ, വിശാലമായ വഴികൾ ഈ പ്രഭാതത്തിൽ എന്റെ കർത്താവ് തുറക്കുകയാണ്. തീർന്നില്ല. അടുത്ത വചനം പറഞ്ഞു, അതിനായി ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് മുൻപേ ചെന്ന എന്ന് പറഞ്ഞിരിക്കുന്നു. ചില ട്രാൻസ്ലേഷനിൽ മൈ presence shall go before thee, എന്റെ സാന്നിധ്യം നിനക്ക് മുൻപേ ചെല്ലും. അപ്പൊ ദൈവം നമ്മുടെ മുൻപിൽ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ആമേൻ. കർത്താവ് ആമേൻ അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. അടുത്ത വചനം കൂടി ചേർത്ത് പറഞ്ഞിട്ട് ഞാനൊന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുക. എന്തിനാ ഈ വലം കൈ പിടിച്ചെന്നറിയാമോ? എന്തിനാ കഥകൾ തുറക്കുന്നത്? എന്തിനാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാണ് ജാതികളുടെ സ്തോത്രം, ജാതികളെ കീഴ്പ്പെടുത്തുമെന്നും രാജാക്കന്മാരെ അരക്കച്ചകളെ അഴിക്കുമെന്നും ദൈവം പറഞ്ഞതിന്റെ കാര്യം എന്താ? എന്തിനാണ് കർത്താവ് വലം കൈ പിടിച്ചത്? എന്റെ സാന്നിധ്യം നിനക്ക് മുൻപേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുക മാത്രമല്ല, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ കണ്ടിച്ചു. വളരെ ശ്രദ്ധിക്കണമേ. താമ്രവാതിലും ഇരുമ്പ് ഓടാമ്പലും അപ്പുറത്ത് വിടാതെ അപ്പുറത്ത് നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന വാഗ്ദത്തമായ ശുശ്രൂഷയായ ദർശനമായ നിക്ഷേപങ്ങളും ഗുപ്തനിധികളും അപ്പുറത്തിൽ ഇരിക്കുകയാ. അവിടോട്ട് വിടത്തില്ലെന്ന് അത് പ്രാപിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, അത് കാണിക്കത്തില്ലെന്ന് ഒരു വലിയ പർവ്വതം പോലെ ഇതാ മുൻപിൽ പ്രതികൂലങ്ങൾ നിൽക്കുന്നു, പ്രതിസന്ധികൾ നിൽക്കുന്നു, എതിർ പ്രാർത്ഥനകൾ നിൽക്കുന്നു, ചില എതിർ പ്രവചനങ്ങൾ നിൽക്കുന്നു. സ്തോത്രം, ചില പൈശാചിക മണ്ഡലങ്ങൾ നിൽക്കുന്നു. കർത്താവ് പറയുന്നു, ആ മണ്ഡലത്തെ തകർക്കാൻ എന്റെ കരം നിന്റെ കൂടെയുണ്ട്. സാന്നിധ്യം മുൻപിലേക്ക് പോകുക. ഞാൻ നിനക്ക് മുൻപേ ചെന്ന് ഏത് ദുർഘടമാണോ അതിനെ ഞാൻ നിരപ്പാക്കും. ആലയത്തിന് അടിസ്ഥാനമിട്ട ശെരുബാബേലിനോട് ദൈവാത്മാവ് പറയുന്നു, ശെരുബാബേലേ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. ഈ പ്രഭാതത്തെ അല്പനിമിഷങ്ങൾ എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അന്യഭാഷകൾ ദൈവത്തെ തുടങ്ങാമോ? നമ്മുടെ മുൻപിൽ സമയം തീരുകയാണ്. എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ തുടങ്ങിയിട്ട് പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ പറയുന്നു, ആ നിക്ഷേപത്തിലേക്ക് നിധിയിലേക്ക് നമ്മൾ അടുക്കാതിരിക്കാൻ പർവ്വതം പോലെ നിൽക്കുന്ന പ്രതികൂലം, താമ്രവാതിലുകൾ, ഇരുമ്പ് ഓടാമ്പലുകളെ നമുക്ക് മുൻപിൽ ചെന്ന് ഒരു വെൽഡിംഗ് കട്ടർ അതിനെ തകർക്കുന്നത് പോലെ, ഒരു തീ അതിനെ ദഹിപ്പിക്കുന്നത് പോലെ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ വെളിപ്പെടുകയാണ്. ആ ദർശനത്തിന് വേണ്ടി, ആ വാഗ്ദത്തത്തിന് വേണ്ടി, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി അതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെ തകർക്കുന്ന ദൈവ സാന്നിധ്യം കർത്താവ് എന്നോട് പറയുന്നു. അങ്ങനെ ഒരു
ഒരു അധികാരത്തിന്റെ പകർച്ച, അങ്ങനെ ഒരു ശുശ്രൂഷയുടെ പകർച്ച, അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ പകർച്ച സ്വർഗം ഈ പ്രഭാതത്തിൽ കൈമാറുകയാ. സ്വർഗം ഈ പ്രഭാതത്തിൽ കൈമാറുകയാ. ഓ റാബാല റീക മന രഗതിയന നസ്രയൻ യേശു കാൽവരിയിൽ അവൻ കാൽവരിയിൽ തന്റെ മരണത്തിന്റെ കുറിച്ച് പറയുക, മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ട വേള നാഴിക വന്നിരിക്കുന്നു. എന്നെ ക്രൂശിക്കും, അവൻ സ്തോത്രം, ഞാൻ മരിക്കും, എന്നെ അടക്കം ചെയ്യും, 3-ാം ദിവസം ഞാൻ പുനരുത്ഥാനത്തോടെ എഴുന്നേറ്റ് വരും. അതുവരെ അവൻ ഈ പീഡനങ്ങൾ എന്റെ ജീവിതത്തിൽ പിതാവ് അനുവദിക്കുകയാ. എന്തിനാ? പുത്രൻ മഹത്വപ്പെടേണ്ടതിന്. ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുന്നു, ചില കഷ്ടതകൾ ദൈവമഹത്വം വെളിപ്പെടുത്താൻ പോകുക, ചില കണ്ണുനീരിന്റെ അവസ്ഥയിൽ നിന്നും ദൈവമഹത്വം വെളിപ്പെടാൻ പോകുക. കർത്താവിനോട് അവൻ ആത്മാവിൽ ഇങ്ങനെ കാണിക്കുന്നു, മുൻപിൽ അടയ്ക്കപ്പെട്ടത് കർത്താവ് തകർക്കുകയാ, മുൻപിൽ നിൽക്കുന്ന തടസ്സത്തെ കർത്താവ് നീക്കുകയാ. അവൻ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ കുറ്റനിധികളെയും ഞാൻ നിനക്ക് തരും, ഞാൻ നിനക്ക് തരും, ഞാൻ നിനക്ക് തരും. അവൻ കർത്താവിന്റെ വചന പ്രകാരം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്നാൽ വിളിക്കപ്പെട്ടവർക്കും ദൈവം കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ നന്മയുടെ കവാടം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. അന്യഭാഷകൾ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാമോ? ഈ പ്രവചനങ്ങളെ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഒരു അഭിഷേകത്തിന് കൈമാറ്റം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാ. ഞങ്ങളെ കൃപയായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. അപ്പൻ എന്നിൽ പകർന്ന അഭിഷേകത്തിൽ, അപ്പൻ പകർന്ന അനശ്വത ദൂതുകൾ, അപ്പൻ പകർന്ന തിരുവെഴുത്തുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരിലേക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഒരു വലിയ അഭിഷേകത്തിന്റെ പകർച്ച ഈ പ്രഭാതത്തിൽ എല്ലാവരെയും നിറച്ചാട്ടെ. കർത്താവ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. തടസ്സം നിൽക്കുന്ന സകല തടസ്സങ്ങൾ, സകല രോഗങ്ങൾ, സകല പ്രതികൂലങ്ങൾ, സകല പ്രതിസന്ധികൾ, സകലവിധമായ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. സകലത്തെയും ജയിക്കാൻ ഒരു അഭിഷേകത്തിന് പകർച്ച വീഴട്ടെ, അഭിഷേകത്തിന് പകർച്ച വീഴട്ടെ. ഒരു പുത്തൻ ശക്തി ഇറങ്ങട്ടെ ഈ പ്രഭാതത്തിൽ. ആ വലിയ ദൗത്യത്തിനായി അവൻ വേഗത്തിൽ ഓടുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിച്ചാട്ടെ. സംഘാടകരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിച്ചാട്ടെ. ദേശത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആരെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടോ അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അപ്പൊ അങ്ങനെ ദാസൻ കടമ മാത്രം ചെയ്തിരിക്കുന്നു. മഹത്വം എന്റെ കർത്താവിന് യേശുവിന്റെ നാമത്തിൽ പിതാവ്. അപ്പൊ ഈ അഭിഷക്തന്മാരുള്ള നന്ദിയെ ഞാൻ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി സഹായിക്കുന്നു. താങ്ക് യു. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായി സ്തോത്രം. പ്രവചന ദൂതോടെ, പ്രവചന ശബ്ദത്തോടെ ഇന്ന് വചനം കൈമാറുവാൻ തക്കണം സ്വർഗത്തിലെയും പ്രിയപ്പെട്ട പാസ്റ്റർ ബിജുമോൻ പാസ്റ്റർ കാര്യങ്ങൾ ഉപയോഗിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിനും മുന്നറിഞ്ഞതിനും വിളിച്ച് വേർതിരിച്ചതിനും ചില ഉദ്ദേശമുണ്ട്. സ്തോത്രം. ദൈവകരങ്ങളിൽ ദൈവഹിതപ്രകാരം ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. ചില തകർന്നതിനെ പണിയുവാൻ, സ്തോത്രം, ചില ശത്രുക്കൾ അടച്ചു വെച്ച വാതിലുകളെ തുറക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജാതീയ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് വേഗം വരുന്ന കർത്താവിന്റെ രാജ്യത്തെ പറ്റി സ്തോത്രം അനേകരോട് പറയുവാൻ, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ചേർക്കാൻ വേണ്ടിയാണ് സ്തോത്രം നമ്മെ ദൈവം വിളിച്ചത്, വേർതിരിച്ചിരിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെബൂഖദ്നേസർ തകർത്തതിനെ ജാതീയ രാജാവിനെ വിളിച്ച് അത് പണിയുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളിലൊക്കെ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മകനിലൂടെ വളരെ ശക്തമായ ദൂത് ഇന്ന് നമുക്ക് കൈമാറി നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർ ഇടയാക്കട്ടെ. ഡോക്ടർ ബിജുമോൻ പാസ്റ്ററുള്ള നന്ദിയും സ്നേഹവും ഒരിക്കലും അറിയിക്കുന്ന ശുശ്രൂഷ മേഖലയിലെ കുടുംബത്തിലെ എല്ലായിടത്തും കർത്താവ് ധാരാളം തുടർന്നും അനേകരെ നിത്യത്തിലേക്ക് നയിക്കത്തക്കടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കൂടുതലായി പ്രാർത്ഥിച്ച ആശോ എന്ന് പറയേണ്ട റോയ് പാസ്റ്ററാണ്. സ്തോത്രം. അതിന് മുമ്പായിട്ട് ചില അനൗൺസ്മെന്റ്സ് ഉള്ള അറിയിച്ചോട്ടെ. ദൈവമായാൽ നാളെ പ്രഭാതത്തില് 5:30 മണിക്ക് നമ്മൾ പ്രാർത്ഥനാ സംഘത്തിലെ പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. നമ്മുടെ കുടുംബാംഗം തന്നെയായ ബീഹാറിൽ നിന്നുള്ള ബേബി പാസ്റ്റർ ആയിരിക്കും അതിന് ശുശ്രൂഷ നിർവഹിക്കുന്ന. എല്ലാവരും പ്രാർത്ഥനയോടെ ഒരു കൂട്ടോടെ കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്തോത്രം.
ഇന്ന് വൈകിട്ട് 7 മണിക്ക് ജയകുമാരി സിസ്റ്ററിന്റെ പ്രയോഗത്തിലെ പ്രേയർ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അനിൽ പാസ്റ്റിന്റെ പ്രേയർ ഗ്രൂപ്പിലെ പ്രേയർ ഉണ്ടായിരിക്കും. അനിൽ പാസ്റ്റാണ് നമുക്ക് ഇന്ന് ഡോക്ടർ ബിജുമോൻ പാസ്റ്ററെ നമുക്ക് ഇന്ന് ലഭ്യമാക്കുവാൻ ഇടയായത്. പാസ്റ്ററുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുക്കൂറിനോടുള്ള മാർച്ച് 9 നടക്കുന്ന കൺവെൻഷൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളെല്ലാം അനുഗ്രഹമായി തീരാൻ വേണ്ടി നമ്മളെല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളുള്ള സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച ആശ്രമം പറയാനായി റോയ് പാസ്റ്റർ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ ദിവാത്സ്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, നല്ല ഈ പൽക്കാലം പ്രഭാതത്തിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ ആയിരിക്കാൻ തന്ന വലിയൊരു അവസരത്തെ ഓർത്ത് സ്തോത്രം. പാട്ട് പാടുവാൻ, ആരാധിപ്പാൻ, ആമി കഥാവി വചനം കേൾപ്പാൻ, ആമി കൂട്ടായ്മ ആചരിപ്പാൻ ഒക്കെ വലിയൊരു